പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ന്യായാധിപനായി, നമ്മുടെ ന്യായദാതാവായി, നമ്മുടെ രാജാവായി ഏത് സമയത്തും നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ, നമ്മെ കാക്കുവാൻ, നമ്മെ കരുതുവാൻ നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 22-ാം വചനം. യഹോവ നമ്മുടെ ന്യായാധിപൻ, യഹോവ നമ്മുടെ ന്യായദാതാവ്, യഹോവ നമ്മുടെ രാജാവ്, അവൻ നമ്മെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ Isaiah chapter 33 verse 22. For the Lord is our judge, the Lord is our lawgiver, the Lord is our king, it is he who will save us. Amen. Praise the Lord. അതെ, നാം സേവിക്കുന്ന ദൈവമായ യഹോവ ന്യായാധിപനാണ്. തൻ്റെ ജനത്തിനു വേണ്ടി നീതിയോടെ ന്യായം വിധിക്കുന്നൊരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അനീതിക്ക് കൂട്ടു നിൽക്കാതെ നീതിക്ക് വേണ്ടി ആമേൻ നീതിയോടെ ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ നീതി വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എളിയവരെയും ദരിദ്രരെയും ആദരിക്കുന്ന ദൈവം, എളിയവർക്ക് വേണ്ടി ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവം, അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്ന ദൈവം. ഇന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ യഥാർത്ഥമായ ന്യായവും നീതിയും ലഭിക്കാതെ വണ്ണം നാം ഭാരപ്പെടുന്നുണ്ടോ? നിരാശപ്പെട്ടു പോകേണ്ട. ഈ ലോകത്തിലെ ജഡ്ജ് നമ്മുടെ ന്യായം മറിച്ച് കളഞ്ഞാലും നമുക്ക് ആമേൻ ഈ ഭൂമിയെ മുഴുവനും ന്യായം വിധിക്കുന്ന യേശു കർത്താവ് നമുക്കുണ്ട്. ആ പിതാവായ ദൈവം നമ്മുടെ ന്യായാധിപൻ. ഹല്ലേലൂയ. മാത്രമല്ല, അവൻ നമ്മുടെ ന്യായദാതാവ്, ലോ ഗീവർ. കർത്താവ് നമുക്ക് ഒത്തിരി ലോസ് തന്നിട്ടുണ്ട് അല്ലേ? ഒത്തിരി കമൻമെൻറ്റ്സ് തന്നിട്ടുണ്ട്, കൽപ്പനകൾ തന്നിട്ടുണ്ട്, ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അത് നാം പ്രമാണിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. ലോ ഗീവറാണ്. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്, യഹോവ നമ്മുടെ രാജാവ്. അതെ, ഈ ഭൂമി മുഴുവനും ഭരിക്കുന്ന ഏകാധിപതിയായ രാജാവാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തിൻ്റെ അതോറിറ്റി, സോവോണിറ്റി, അതിനെ ആർക്കും എതിർക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാജാതി രാജാവ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രാജാതി രാജാവായി ഇനിയും ആമേൻ വാനമേഘങ്ങളിൽ വരുവാൻ പോകുന്ന നമ്മുടെ യേശു കർത്താവ്. ഈ 3 വ്യത്യസ്തമായ പേരുകളിൽ നമ്മുടെ ദൈവമായ യഹോവ അറിയപ്പെടുന്നു. പക്ഷേ ചെയ്യുന്ന കാര്യം ഒന്നാണ്, അവൻ നമ്മെ രക്ഷിക്കും. ന്യായാധിപനായിരുന്നാലും ന്യായവും നീതിയും ചെയ്ത് കർത്താവ് നമ്മെ രക്ഷിക്കും. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മെ കാക്കും, നമ്മെ രക്ഷിക്കും. എത്ര പാപികളായിരുന്നാലും, എത്ര ദുഷ്ടന്മാരായിരുന്നാലും, എത്ര ക്രൂരതകൾ ചെയ്ത വ്യക്തിയായിരുന്നാലും ആമേ, ഈ ന്യായാധിപൻ ശിക്ഷിച്ച് തള്ളിക്കളയുന്ന ന്യായാധിപനല്ല. അവരുടെ പാപത്തെ ക്ഷമിച്ച് അവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അയ്യോ ഞാൻ വലിയ പാപിയാണ്, എന്നോട് ദൈവം ക്ഷമിക്കുമോ, എന്നോട് ദൈവം കരുണ തോന്നുമോ എന്നൊന്നും ഭാരപ്പെടേണ്ട. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. കർത്താവ് ന്യായാധിപനായി നമ്മെ ശിക്ഷിക്കുന്ന ദൈവമല്ല. മനഃപൂർവ്വമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട അനുതാപത്തോട് നാം ദൈവത്തോടെടുക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ ഏത് വലിയ പാപങ്ങളും ക്ഷമിച്ച് നമ്മെ രക്ഷിക്കും. 2, യഹോവ നമ്മുടെ ന്യായദാതാവ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ നാം പ്രമാണിക്കുന്നുണ്ടെങ്കിൽ ഇനിയും കർത്താവ് നമ്മെ രക്ഷിക്കും.
ആമേൻ. പ്രൈസലോട് ഏത് കഷ്ടത്തിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിക്കും. എന്നാൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ അധികമായി ശ്രദ്ധ ചെലുത്താം, രസിക്കാം, രാപ്പകൽ അതിനെ ധ്യാനിക്കാം. യഹോവ നമ്മുടെ രാജാവ്. ആമേൻ. രാജാവ് യുദ്ധം ചെയ്ത് ആമേൻ സ്തോത്രം തകർത്ത് കളയുന്ന, അല്ല എങ്കിൽ സകലവും നശിപ്പിച്ച് കളയുന്ന രാജാവല്ല. ആമേൻ. നാം ഏത് ശത്രുപക്ഷത്തുള്ളവരായിരുന്നാലും അനുതാപമുള്ളൊരു ഹൃദയമുണ്ടോ എങ്കിൽ നിശ്ചയമായി ഈ രാജാവ് നമ്മെ രക്ഷിക്കും, നമ്മെ ചേർത്ത് പിടിക്കും, നമ്മെ മാർവോടണയ്ക്കും. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചിരിക്കുന്ന ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. നമുക്കൊരു ന്യായാധിപനുണ്ട്, നമുക്കൊരു ന്യായദാതാവുണ്ട്, നമുക്കൊരു രാജാവുണ്ട്. അവൻ നമ്മെ രക്ഷിക്കും. അതുകൊണ്ട് ഇന്ന് നാം ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോയാലും, എനിക്ക് ന്യായം ലഭിക്കുന്നില്ലല്ലോ, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ, എൻ്റെ പക്ഷത്ത് എന്നെക്കുറിച്ച് 2 വാക്ക് പറയുവാൻ ആരുമില്ലല്ലോ എന്ന് ഭാരപ്പെടേണ്ട. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതാനുഭവം നോക്കിയേ. അപ്പോസ്തലൻ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 23-ാം വചനത്തിൽ വായിക്കുന്നു, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 3 verse 23. ആമേൻ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ്. First Peter chapter 2 verse 23. When they heard their insults at him, he did not retaliate. When he suffered, he made no threats. Instead, he entrusted himself to him who judges justly. ന്യായമായി വിധിക്കുന്ന തൻ്റെ പിതാവിങ്കൽ യേശു കാര്യം ഭാരമേൽപ്പിച്ചു. യേശു ശകാരിക്കുവാൻ പോയില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഭീഷണം പറയാനും പോയില്ല. എന്നാൽ ആ പിതാവായ ദൈവം ന്യായമായി വിധിച്ചു കേട്ടോ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-8-9 വചനങ്ങളിൽ ഞാൻ വായിക്കുന്നു. യേശുവിനെ എല്ലാ നാമത്തിനു മേലായ നാമം നൽകി പിതാവായ ദൈവം ആദരിച്ചു. സർവ്വലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാലൊക്കെയും മടങ്ങുന്ന ഏകനാമം യേശുവിൻ്റെ നാമം. അത്രമാത്രം ആ യേശുവിനെ പിതാവായ ദൈവം ഉയർത്തി, ഏറ്റവും ഉയർത്തി. കാരണം താൻ പകരം പറയുവാൻ പോയില്ല. കാര്യം പിതാവിനെ ഫലമേൽപ്പിച്ചു. പിതാവ് ന്യായമായി കാര്യത്തെ വിധിച്ചു. അതുപോലെ നാം ഇന്ന് അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധികളായിരുന്നാലും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ദൈവമാണ്. നമ്മെ രക്ഷിക്കും. ഏത് മരണഭാഷകൾ നമ്മെ ചുറ്റിയാലും, പാതാള വേദനകൾ പിടിച്ചാലും, കഷ്ടങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചാലും, ഏത് പ്രതിസന്ധിയിൽ നിന്നും കർത്താവ് നമ്മെ രക്ഷിച്ച്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, പൈശാചികൻ്റെ ബന്ധനങ്ങളിൽ നമ്മെ രക്ഷിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവരും. നിത്യരക്ഷയെ കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ആയതിനാൽ ആ ദൈവത്തോട് കൂടുതലായി നമുക്ക് അടുക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുതാപഹൃദയത്തോടെ, മാനസാന്തരത്തോടെ അനുദിനം കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിയാം. ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവം. അവൻ നമ്മെ വഴി നടത്തും, നമ്മെ രക്ഷിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ന്യായാധിപനായ, ഞങ്ങളുടെ ന്യായദാതാവായ അപ്പാ സ്തോത്രം. ഞങ്ങളുടെ ജഡ്ജായി, ഞങ്ങളുടെ ലോകീവരായി, ഞങ്ങളുടെ കിങ്ങായി അപ്പാ, അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്നപ്പോഴും ഞങ്ങളെ സേവ് ചെയ്യുന്ന, ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവമായി, രക്ഷിക്കുന്ന വീരനായി ഞങ്ങളോടൊപ്പം ഉള്ളതിനായി സ്തോത്രം. അപ്പോൾ ഞങ്ങളോട് കൂടെ അങ്ങുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പോൾ ന്യായമായി വിധിക്കുന്ന അങ്ങയുടെ കരങ്ങളിൽ കർത്ത സകല ഞങ്ങളുടെ കർത്ത ഭാരങ്ങളെയും അപ്പാ സ്തോത്രം 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 എല്ലാ ആവശ്യങ്ങളെയും ഭരമേൽപ്പിക്കുന്നു. കർത്താവ് ന്യായമായി വിധിച്ച് അത്ഭുതങ്ങളെ ചെയ്യുന്ന കൃപയ്ക്കായ സ്തോത്രം. ഞങ്ങളെ തന്നെ താഴ്ത്തു സമർപ്പിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.